എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദുർബലരായിട്ടുള്ള വ്യക്തികളുടെ 10 ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത്. സ്ത്രീകളായിക്കൊള്ളട്ടെ പുരുഷന്മാരായിക്കൊള്ളട്ടെ അവർക്ക് ഈ ഒരു 10 ലക്ഷണങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർ വളരെ വീക്ക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണെന്ന് പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കഴിവതും അത് എത്രയും വേഗം മാറ്റിയെടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിത്വമുള്ളവരായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട്, ഒപ്പം തന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ വേഗം തന്നെ എൻ്റെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. ഒന്നാമതായിട്ട് ദുർബലരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപാട് അളവിൽ അപകർഷതാബോധം ഉണ്ടാവും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവരെ എപ്പോഴും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവർ വിചാരിക്കുന്നത് എനിക്ക് എന്തൊക്കെയോ വലിയ വലിയ കുറവുകളുണ്ട്. അവരെപ്പോഴും ഉത്കണ്ഠപ്പെടുന്നത് തങ്ങളുടെ കുറവുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചും മാത്രമാണ്. അല്ലാതെ തങ്ങൾക്കുള്ള കഴിവുകളെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു യുണീക്ക്നെസ്സിനെ കുറിച്ച് ഒന്നും അവർ ഓർക്കത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. അവരെപ്പോഴും മറ്റുള്ളവരെ പേടിച്ചാണ് കഴിയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തായിരിക്കും എന്നെ കുറിച്ച് വിചാരിക്കുന്നത് എന്ന് ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമതായിട്ട് ദുർബലരായിട്ടുള്ള വ്യക്തികൾക്ക് റിജക്ഷൻ താങ്ങാനാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരാരെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രപ്പോസൽ മറ്റേ വ്യക്തി അംഗീകരിക്കണം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർ അംഗീകരിച്ചില്ലെങ്കിൽ അവരാകെപ്പാടെ തകർന്നു പോകും, ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് വരെ പോകുന്നുള്ളതാണ്. അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും മറ്റൊരാളെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതും അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് താങ്ങാനാവില്ല. അപ്പോൾ ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ എന്തും ആയിക്കൊള്ളട്ടെ അവർക്ക് ഈ റിജക്ഷൻ, മറ്റുള്ളവരിങ്ങനെ മാറ്റി നിർത്തുന്ന, അകറ്റി നിർത്തുന്ന, അല്ലെ അവരെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് അംഗീകാരം കൊടുക്കാത്തത് ഒന്നും അവർക്ക് താങ്ങത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ നിരാശ കാമുകന്മാരെയും കാമുകിമാരെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവർക്കൊക്കെ ഈ റിജക്ഷൻ താങ്ങാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരൊരു സ്നേഹബന്ധത്തിലായിരുന്നിരിക്കും അവർ, പക്ഷേ അതൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റേ വ്യക്തിക്ക് ഈ വ്യക്തി ഇഷ്ടമില്ലാതെയാവുന്നു. അപ്പോൾ നാച്ചുറലായിട്ട് അവിടെ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അവരങ്ങനെ വല്ലാണ്ട് തകർന്ന ഒരു മാനസികാവസ്ഥയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മറ്റേ വ്യക്തിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലായിത്തീരുന്നു. കാരണം അവരുടെ മനസ്സ് അത്ര ലോലമാണ്, അത്ര ദുർബലമാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മനസ്സിനെയൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് അവർ അഡിക്ഷൻസിൻ്റെ അടിമകളായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, പുകവലി ആയിക്കൊള്ളട്ടെ, മദ്യപാനമായിക്കൊള്ളട്ടെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുസ്വഭാവങ്ങളായിക്കൊള്ളട്ടെ, അതിനൊക്കെ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കത്തില്ല. അതിൻ്റെ ഒരു അടിമയായിട്ട് കഴിയും. നമ്മൾ കണ്ടിട്ടില്ലേ, പന്നി ഇങ്ങനെ ചെളിക്കകത്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ടോണ്ടേയിരിക്കും. അത് സ്വന്തമായിട്ട് പോയി കുളിക്കാനായിട്ട് ശ്രമിക്കത്തില്ല, വീണ്ടും ദേഹത്ത് ഇങ്ങനെ ചെളിയാക്കിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ പോലെ അവരിങ്ങനെ ചെളിക്കുഴി വീണ പന്നിയെപ്പോലെ വീണ്ടും വീണ്ടും ആ അഡിക്ഷൻസ് കിടന്ന് ഉരുണ്ട് പേരണ്ട് ഇരിക്കത്തേ ഉള്ളൂ. അതിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള ഒരു മനക്കരുത്ത് അവർക്കില്ല എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് ദുർബലരായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ഇരവാദം ഉന്നയിക്കും എന്നുള്ളതാണ്. അവരെപ്പോഴും അവരുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് ഇന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് ജീവിതത്തിൽ ഞാനിങ്ങനെ പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണം ഇന്ന കാരണങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളാണ്. അങ്ങനെ അവർ സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവർക്ക് സ്വന്തമായിട്ട് പലതും ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ഇപ്പോഴത്തെ മോശ സാഹചര്യങ്ങൾ അവർ ചെറിയതായിട്ടൊന്ന് അധ്വാനിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയിട്ട് അവർക്ക് നല്ല അവസ്ഥ വന്നു ചേരും. പക്ഷേ അവരതിന് ഒരിക്കലും തയ്യാറാവത്തില്ല. അങ്ങനെ മറ്റുള്ളവരെയും അല്ലെങ്കിൽ അവരുടെ തന്നെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല സ്വയം ഇങ്ങനെ ന്യായീകരിക്കും. ഒരു കാര്യത്തിനും സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരക്കാർ ജീവിതത്തിൽ എപ്പോഴും പരിഭവവും പരാതിയായിട്ടിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും വിജയിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് ദുർബലരായിട്ടുള്ള മനുഷ്യർക്ക് ഡിസിപ്ലിൻ ഉണ്ടാവത്തില്ല. ജീവിതത്തിൽ ഒരുവിധ അച്ചടക്കം ഉണ്ടാവത്തില്ല. കുത്തഴിഞ്ഞ ഒരു പാഠപുസ്തകം പോലെ ആയിരിക്കും അവരുടെ ജീവിതം പലപ്പോഴും. അപ്പോൾ അവർക്ക് ഓരോ ദിവസത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു ലക്ഷ്യങ്ങളും ഉണ്ടാവത്തില്ല. അതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്നുള്ള സ്ട്രാറ്റജീസോ പ്ലാൻസോ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് തീർച്ചയായിട്ടും ലോങ് ടേം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം, ഒപ്പം തന്നെ ഷോർട്ട് ടേം ലക്ഷ്യങ്ങളും വേണം. ഓരോ ദിവസവും ഓരോരോ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അതാത് ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കുകയും അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ അവിടെ ഇരിക്കത്തുള്ളൂ. ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം, പക്ഷേ അവർക്കത് ചെയ്യാൻ പോലുള്ള മടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു 2ാം നിലയുടെ മുകളിൽ എത്തണമെങ്കിൽ അതിലിങ്ങനെ സ്റ്റെപ്പുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ എടുത്തു വെച്ച് തന്നെ നമുക്ക് പൊക്കത്ത് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒറ്റച്ചാട്ടത്തിന് പൊക്കത്തിലെത്തത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതിങ്ങനെ കൃത്യനിഷ്ഠയോടെ ഡിസിപ്ലിനോടുകൂടി മെല്ലെ ചെയ്തു പോയാലേ നമുക്കതിൻ്റേതനുസരിച്ചുള്ള വലിയൊരു നേട്ടമായിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷേ അവർ വലിയ നേട്ടം സ്വന്തമാക്കണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് സാധിക്കത്തില്ല. ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ടായിരിക്കും. എന്നാൽ ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും തന്നെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് അങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അവർ ഈ കയറൂരി വിട്ട പശുവിനെ പോലെ
കുറച്ച് പുല്ല് അവിടെ കാണുമ്പോൾ അങ്ങോട്ട് ഓടിച്ചില്ലും അത് തിന്നും, പിന്നെ അപ്പുറത്ത് ഇച്ചിരി പുല്ല് കാണുമ്പോൾ അങ്ങോട്ട് ഇല്ല. അപ്പോൾ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. അല്ലാതെ എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇങ്ങനെ വെഹിളി പിടിച്ച പശുവിനെ പോലെ നടക്കത്തതേ ഉള്ളൂ, ഒന്നും ജീവിതത്തിൽ നേടത്തില്ല എന്നുള്ളതാണ്. ഇനി ആറാമായിട്ട് ദുർബലരായിട്ടുള്ള മനുഷ്യർക്ക് എപ്പോഴും സെൽഫ് ഡൗട്ട് ഉണ്ടായിരിക്കും. അവർ സ്വയം സംശയിക്കും. അവർക്ക് അവരുടെ കഴിവിനെക്കുറിച്ചോ കാര്യശേഷിയെക്കുറിച്ചോ യാതൊരു ഉറപ്പുമില്ല, ബോധവും ഇല്ല. എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പും അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് തീരുമാനം എടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കണം. അപ്പോൾ സ്വന്തമായിട്ട് അവർക്കൊരു അഭിപ്രായം പോലും ഉണ്ടാവത്തില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർ എന്ത് പറയുന്നു അതിനനുസരിച്ചായിരിക്കും ഇവർ ജീവിക്കുന്നത്. ഇനി ഏഴാമായിട്ട് ഈ ദുർബലരായിട്ടുള്ള മനുഷ്യർ ഭീരുക്കളായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് മറ്റു മനുഷ്യരെ പേടിയായിരിക്കും, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ പേടിയായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പേടിയായിരിക്കും. അങ്ങനെ ഒരുപാട് ഭയങ്ങളാണ് ഇവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തുണ എല്ലാ കാര്യത്തിലും വേണം. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിൽക്കാൻ തന്നെ പേടിയാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പേടിയുള്ള മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ആരോടും നോ പറയാൻ പറ്റത്തില്ല. അവർ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ആൾക്കാരായി മാറും, പീപ്പിൾ പ്ലീസേഴ്സായി മാറും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കത്തില്ല. അവരവിടെയും നിൽക്കും, ഇവിടെയും നിൽക്കും. എട്ടാമായിട്ട് പ്രശ്നങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഇത്തരക്കാർ ഓടി ഒളിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദുർബലരായിട്ടുള്ള മനുഷ്യർ അതിനെയൊന്നും നേരിടത്തില്ല, അല്ലെങ്കിൽ അതൊന്നും പരിഹരിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. അവർക്ക് അതിൽ നിന്ന് ഓടി ഒളിച്ചാൽ മാത്രം മതി, തൽക്കാലത്തെ ഒരു കംഫർട്ട് മതി. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ സുഖാന്വേഷികളാണ്, അപ്പോഴത്തെ സുഖം നേടി നടക്കുന്നവരാണ്. അതായത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് അവരുടെ മെയിൻ. അപ്പോഴത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും, പക്ഷേ ഭാവിയിലെ സുഖത്തിന് വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മെൻറ്റാലിറ്റി ഉള്ള ആളുകളെ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. ചില പിള്ളേരെയൊക്കെ കണ്ടിട്ടില്ല, അവർ പിറ്റേ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം നടക്കാൻ പോകുമായിരിക്കാം. അപ്പോൾ അവർ ഒരക്ഷരം പോലും പഠിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഒരു സിനിമ വരുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, ആ പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ലെങ്കിലും അവർ ഓടിപ്പോയി ആ സിനിമ കാണും. കാരണം അവർക്ക് അപ്പോഴത്തെ ആ ഒരു സന്തോഷമാണ് വലുത്. പക്ഷേ ആ ഭാവിയെ പണയം വെച്ചിട്ടാണ് അവർ അപ്പോഴത്തെ സന്തോഷം ആസ്വദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ പോകുന്ന ആൾക്കാരായിരിക്കും ഇവർ. വെല്ലുവിളികളിലൂടെ മാത്രമേ നമുക്ക് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ, അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ അതിൽ നിന്ന് ഓടി ഒളിക്കുമ്പോഴത്തേക്കും, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിക്കുമ്പോഴത്തേക്കും അവർക്കൊരിക്കലും വളരാനായിട്ട് സാധിക്കത്തില്ല. അവരുടെ വളർച്ച മുരടിച്ച ഒരവസ്ഥയിലായിരിക്കും. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പേടിയാണെങ്കിൽ ഞാൻ ശരിക്കും ആ പേടി മാറ്റേണ്ടത് എങ്ങനെയാണ്? ആൾക്കാരോട് ഇടപെട്ട് അവരോട് സംസാരിച്ച് പഠിക്കുന്നതിലൂടെ മാത്രമേ ഞാൻ എൻ്റെ പേടി പോകത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ കയറി ഞാനൊരു പരിപാടികൾ അവതരിപ്പിക്കണം, അപ്പോൾ ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ പ്രസംഗം പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ 4 വാക്ക് പറയാൻ തന്നെ പേടിയായിരിക്കും, ചിലപ്പോൾ മുട്ടുകൂട്ടി ഇടിച്ചെന്നിരിക്കാം. പക്ഷേ അത് കുറേ നാളിങ്ങനെ പരിശ്രമിച്ച് കഴിയുമ്പോൾ, പരിശീലിച്ച് കഴിയുമ്പോൾ ആ ഒരു പേടി മാറിയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരുണ്ടെങ്കിൽ അവരെയൊക്കെ അഭിവാദ്യം ചെയ്ത് പ്രസംഗിക്കാനായിട്ട് വരെ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മളത് മാറ്റിയെടുക്കണം. അല്ലാതെ നമ്മളവിടെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മുരടിച്ചു പോകുമെന്നുള്ളതാണ്. ഇനി 9 അവർ ഒരു കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കത്തില്ല, മുൻകൈ എടുക്കത്തില്ല. അവർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് അവരങ്ങ് മാറി നിൽക്കും എന്നുള്ളതാണ്. അല്ലെ അവരെ ഏറ്റവും പിന്നിൽ പോയി ഒളിച്ചിരിക്കും. ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, വല്ലവരും ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ അവർ മാറി നിൽക്കുമ്പോഴും അവർ വളരത്തില്ല. ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ വളരുന്നതും പല കാര്യങ്ങളും പഠിക്കുന്നതും. അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ ദുർബലന്മാരായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഇനി 10 ദുർബലരായിട്ടുള്ള വ്യക്തികളെ ആർക്കും എളുപ്പത്തിൽ സ്വാധീനിക്കാനും അവരെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ഇങ്ങനെ എളുപ്പത്തിൽ സ്വാധീനിക്കാവുന്നതുകൊണ്ട് തന്നെ എന്ത് കാര്യം വേണമെങ്കിലും അവരെ എളുപ്പത്തിൽ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത്തരക്കാരെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മുടെ കയ്യിൽ ഒരു പാവയെ പോലെ അവരെ നമുക്കിങ്ങനെ മിസ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ്. ഇവർ ദുർബലരായതുകൊണ്ട് തന്നെ ഇവർ താൻ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ തന്നെ ഇവർ മോശമായി സ്വാധീനിക്കുകയാണ് എന്നറിഞ്ഞാൽ പോലും അവർക്ക് അതിനെതിരെയൊന്നും പ്രതികരിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.